കേസ് നമ്പർ 72/2012 ഒക്ടോബർ മാസം 10-ാം തീയതി മുതിരങ്ങാടി പഞ്ചായത്ത് 3-ാം വാർഡ് നെടുംചിറയിൽ ശ്രീമതി മൃണാലിനി ചന്ദ്രന്റെ വീട്ടിൽ നിന്നും രാത്രി 11-നും 11:45-നും ഇടയിൽ മോഷണശ്രമം നടത്തപ്പെട്ട പമ്പ് സെറ്റ് കേസിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഈരത്തുരുത്തിൽ മണി വ്യക്തമായ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അഭാവത്തിൽ പ്രോസിക്യൂഷൻ സംശയാതീതമായി ഈ കേസ് തെളിയിക്കാൻ പരാജയപ്പെട്ടു. ആയതിനാൽ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ മണിയെ ഈ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. എന്തായാലും ടീച്ചർ അഹങ്കാരം അങ്ങ് തീർന്നല്ലോ. കുടിക്കച്ചാ. ടീച്ചർ ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കാം, ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന്. സത്യത്തിന് വേണ്ടി പൊരുതുന്നത് മാത്രമല്ല ജയം, കുറ്റത്തിന് കൂട്ടു നിൽക്കാതിരിക്കലും കൂടെയാണ്. കേട്ടോ ടീച്ചറെ? നമ്മൾ ഈ കണ്ടതാണോ സത്യം? ഈ കേസ് ഇവിടെ അവസാനിച്ചിരുന്നു. നട്ടപ്പാതിരാ നേരവും തെളിവുകൾ പകലിനൊപ്പമെങ്കിൽ പകലും പാതിരയെന്ന് തലയാട്ടി സമ്മതിക്കേണ്ടി വരും നീതിദേവതയ്ക്ക്. ക്ഷമിക്കണം ടീച്ചറെ. ഒരു വശത്ത് മോള് മിണ്ടുന്നില്ലെന്നുള്ള വിഷമം, മറുവശത്ത് മണി കള്ളനാണെന്ന് അറിഞ്ഞിട്ടും സ്നേഹിക്കുന്ന ടീച്ചറോട് സത്യം തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു ടീച്ചറെ. സാരല്ല മണി, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എന്നാലും കോടതി നീ പെട്ടെന്നങ്ങനെ പെരുമാറിയപ്പം എനിക്ക് കുറച്ച് വിഷമായി. പോട്ടെ, എല്ലാവർക്കും സന്തോഷമായില്ലേ? സന്തോഷമായില്ലേന്ന് ചോദിച്ചാ കോടതിയുടെ മുമ്പിൽ മാത്രമല്ലേ ടീച്ചറെ ഞാൻ ജയിച്ചോളൂ. മനസാക്ഷിയുടെ മുമ്പിൽ
ഞാനാണ് ടീച്ചറെ പമ്പ് മോഷ്ടിച്ചത്. കേസ് ജയിച്ച സ്ഥിതിക്ക് ഇനി കുറ്റസമ്മതമൊന്നും വേണ്ട മണി. മനസാക്ഷിയുടെയും സത്യത്തിന്റെയും മുമ്പില് നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഒരേ സമയം ജയിച്ചു നിൽക്കുക. കുറച്ച് വൈകിയാണെങ്കിലും ചെയ്ത തെറ്റ് ഏറ്റു പറയാൻ പറ്റുന്നത് ഒരു വലിയ കാര്യം തന്നെ. അതിന് മനസ്സിൽ കുറച്ച് നന്മയൊക്കെ വേണം. ഞാനും എന്നെ മാഷും അത്രയൊക്കെ വിചാരിച്ചിട്ടുള്ളൂ. ആരും എല്ലാം തികഞ്ഞവരല്ലല്ലോ മണി. എല്ലാവർക്കും ഉണ്ട് കുറ്റവും കുറവും ഒക്കെ. എന്നാലും തോറ്റു കൊടുക്കുന്നൊരു സന്തോഷത്തിന്റെ സുഖമുണ്ട് ടീച്ചറെ. തട്ടിപ്പറിച്ചവനത് അറിയുമ്പം കുറ്റമല്ലേ തോന്നുള്ളൂ. എനിക്കറിയില്ലായിരുന്നു മോളാ പറഞ്ഞത് എന്നെ ജയിപ്പിച്ചത് ടീച്ചറാണെന്ന്. കേസും കൂട്ടമൊക്കെ കഴിഞ്ഞിട്ട് നീ ഒരു കാര്യം തീർപ്പാക്കാനിരുന്നല്ലേ, മോളുടെ കാര്യം. നല്ലതാണെങ്കിൽ നീ നടത്തി കൊടുക്കണം. ഓ ടീച്ചറെ. മക്കളുടെ സന്തോഷമല്ലേ മണി നമുക്ക് വലുത്. എനിക്കുണ്ട് മണി ചില കടമകളൊക്കെ തീർക്കാൻ. എന്റെ മോളെ നല്ലൊരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കണം. അയ്യോ, പയ്യൻ വിദേശത്താണോ ടീച്ചറെ? ആയിരിക്കുമല്ലോ, അവക്ക് അതാണല്ലോ ഇഷ്ടം. അത് വേണോ ടീച്ചറെ? എന്താടാ വേണ്ടാത്തെ? അല്ല, എന്റെ മോളെ എനിക്ക് കെട്ടിച്ചു വിടണ്ടേ? എന്റെ മോള് നടത്താനിരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കാൻ നോക്കിയവനാ. കുറച്ച് നാളുകൊണ്ട് ഞാൻ കാണുന്നുണ്ടടാ കള്ള നിന്റെ പൊട്ടങ്ങളി. പിന്നെ നിന്റെ കുറ്റമല്ല, അവനൊത്ത കള്ളി അതാ നിൽക്കുന്ന എന്റെ മോള് ചക്കിയും ചങ്കരനും. അവര് ജീവിക്കട്ടെ ടീച്ചറെ. എന്നാ ടീച്ചറെ, ഓ ഒന്നും കഴിച്ചില്ല, വിശക്കുന്നു. മണിയുടെ പങ്ക് ഇവിടെ തന്നെ ഉണ്ട്. ദാ. ഇന്നത് ഞാൻ മാത്രമല്ല ടീച്ചറെ കഴിക്കുന്നത്. ടീച്ചറെ സ്നേഹത്തുനിന്നൊരു ഉരുള എനിക്ക് എന്റെ മോക്ക് കൊടുക്കണം.